ഹായ് വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നത്തെ നമ്മുടെ കോണ്ടൻറ്റ് ഒരു സ്റ്റൈലിംഗ് റിലേറ്റഡ് കോണ്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഈയിടെ എൻ്റെ ഒരു സാരി, എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ്. അത് ആക്ച്വലി ഞാൻ സാരിയാണെന്ന് അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു അത് ചുരിദാറിൻ്റെ മെറ്റീരിയലാണ്. അപ്പം ഞാൻ ചുരിദാർ തയ്ക്കാനായിട്ട് അതൊരു സ്റ്റിച്ചിങ് ഷോപ്പിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇത് ചുരിദാറല്ലല്ലോ, ഇതിൻ്റെ ഇതൊന്നും കാണാനില്ലല്ലോ, ബോട്ടം അങ്ങനെ വേറെ വേറെ ഒറ്റ പീസായിട്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഇത് സാരിയാണെന്ന് മനസ്സിലായത്. എനിക്കും പെട്ടെന്ന് ഇത് ക്ലിക്ക് ചെയ്തു, അയ്യോ ഇത് സാരിയാണല്ലോ, ഇതൊരു ഓർഗൻസ മെറ്റീരിയലാണ്. അപ്പം പെട്ടെന്ന് ഇത് എനിക്ക് എന്ത് ചെയ്യണം, എനിക്കിത് ഓർഗൻസ സാരിയായിട്ട് ഉടുക്കാനായിട്ട് ഒട്ടും ഭയങ്കര ഇങ്ങനെ കുറച്ച് ആ ഒരു സിൽക്കി ടെക്സ്ചറാണ്, പിന്നെ ആ വടി പോലിരിക്കുന്നത്. സാരിയായിട്ട് ഒട്ടും കംഫർട്ടബിൾ അല്ല ഓർഗൻസ. എനിക്കൊരു 1-2 ഓർഗൻസ സാരി ഉണ്ട്, അതൊട്ടും ഞാൻ മേടിച്ച് ആകെ 1-2 പ്രാവശ്യം കൊടുത്തിട്ടുള്ളൂ. അപ്പം എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല ഓർഗൻസ സാരി ഉടുക്കാനായിട്ട്. അപ്പം ഒന്നാമത് നമുക്ക് കുറച്ചൊന്ന് വണ്ണമുള്ളവർക്ക്, കുറച്ചല്ല എനിക്ക് അത്യാവശ്യം വണ്ണമുണ്ട്, അപ്പം ഞാൻ ആ ഒരു ഇതും കൊണ്ട് പറയുകയാണ്. അപ്പോൾ കുറച്ച് വണ്ണമുള്ളവർക്കാണെങ്കിൽ ഓർഗൻസ ഒക്കെ ഉടുക്കുമ്പം ഇച്ചിരൂടെ വണ്ണം തോന്നിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഉടുക്കുമ്പോഴത്തേക്ക് ഒതുങ്ങിയിരിക്കാത്ത ടൈപ്പ് സാരിയാണ് ഓർഗൻസ ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ നമുക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പം എനിക്ക് അതിനെ സാരിയെ ചുരിദാറാക്കണം എന്നില്ലായിരുന്നു കേട്ടോ. സാരിയെ വേണമെങ്കിൽ സാരിയെ സ്റ്റിച്ച് ചെയ്ത് ചുരിദാറാക്കിയും സാരിയും സ്റ്റിച്ച് ചെയ്യാം, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. എനിക്ക് പക്ഷേ അപ്പം പെട്ടെന്ന് തോന്നി അതിനെ ചുരിദാർ മെറ്റീരിയലിൽ ചുരിദാറാക്കാം. അത് യൂഷ്വലി ചെയ്യുന്നത്, അതിനാണ് ഞാൻ അവിടെ പോയത്, ചുരിദാർ തയ്ക്കാനാണ് പോയത്. സാരി ആണെങ്കിലും വേണമെങ്കിൽ അതിനെ ചുരിദാറാക്കാം. വേണമെങ്കിൽ ഒരു ബോട്ടം പീസ് എക്സ്ട്രാ മേടിച്ച് കൊടുത്താൽ അവർ വേണമെങ്കിൽ തയ്യക്കടക്കാർ ബോട്ടം പീസ് മേടിച്ച് ബോട്ടം അവർ തയ്ച്ചോളും, നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് തോന്നി അത് വെച്ചിട്ട് ഒരു ഡ്രസ്സ് തയ്ക്കണമെന്ന് തോന്നി. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ആ ഒരു സാരി ഞാൻ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്ത് ഒരു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ഔട്ട്കം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അത് കാണിക്കണം തോന്നാൻ കാര്യം. അപ്പം നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആവുമല്ലോ. സാരികൾ ഇഷ്ടം പോലെ പേരുടെ ഉള്ളൊരു സംഭവം, പഴയ സാരികളൊക്കെ ഉണ്ടാവും. അപ്പം അതിനെ ഈ രീതിയിലൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതാണ് കേട്ടോ. അതൊന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ഞാൻ കാണിക്കാം. ഇതായിരുന്നു എൻ്റെ മെറ്റീരിയൽ. അതുകൊണ്ട് ഞാൻ അടുത്തൂടെ കാണിക്കാം കേട്ടോ. ഓർഗൻസ മെറ്റീരിയൽ ഇതാണ്. ഈ ലൈറ്റിൽ ഇത് ക്ലിയർ ആയിട്ട് വരുമോ എന്നറിയില്ല, കുറച്ചൊന്ന് സന്ധ്യ, അതുകൊണ്ട് എനിക്ക് ലൈറ്റ് ഇടേണ്ടി വന്നു. ഞാൻ ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതാ ഇപ്പം മനസ്സിലാവുന്നില്ല. ഇത് ഇങ്ങനത്തെ ഒരു ഓർഗൻസ മെറ്റീരിയലാണ്. കുറച്ചിങ്ങനൊരു വല്ലാത്തൊരു പടപടപ്പായിട്ട് കിടക്കും. അതിൻ്റെ ബാക്കി മെറ്റീരിയൽ, ബ്ലൗസിൻ്റെ മെറ്റീരിയലും ഉണ്ട്, ബ്ലൗസും ഉണ്ടല്ലോ കൂടെ, എല്ലാം വിത്ത് അറ്റാച്ച്ഡ് ബ്ലൗസും ഒക്കെയാണതേ. ഇങ്ങനെ ഒരു പടപടപ്പ് മൊത്തം നെറ്റാണ് കേട്ടോ. അപ്പം സാരിയായിട്ട് ഉടുക്കുകയാണെങ്കിൽ അത് സീ ത്രൂ ആണ്, നമ്മൾ ഫുൾ ഒരു ബ്ലൗസ് കൊടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ തന്നെ അവർക്കൊരു ഡിസൈനായിട്ട് ബുക്കിൽ വരച്ച്, ഞാൻ ആദ്യം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഡിസൈനായിട്ട് വരച്ചു കൊടുത്തു. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പം ഡിസൈനായിട്ട് വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരണോ അതോ ഇത് കാണിച്ചു തന്നാൽ മനസ്സിലാവുമല്ലോ. ഡിസൈനായിട്ട് വരച്ച് കാണിച്ചു തരേണ്ട കാര്യമില്ല. ഇപ്പം ഡ്രസ്സ് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഡിസൈൻ വരച്ച് തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ടൈലറിന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഡിസൈൻ വരച്ച് സൈഡിൽ കാണിച്ചു തരാം. ബോട്ടം ഭാഗം എന്ന് പറയുന്നത് ഒരു സ്കേർട്ട്, അത് ഇങ്ങനത്തെ ഇവിടെ ഒരു കട്ടി ഭാഗം വെച്ചിട്ട് ഇങ്ങനത്തെ ബട്ടണൊക്കെ വെച്ചിട്ട് ഒരു സ്കേർട്ട്. അത് സാരി ആയതുകൊണ്ട് തന്നെ വലിയ അമ്പർല ഒന്നും പറ്റത്തില്ല. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു സൈഡിൽ നമ്മുടെ ഹിപ്സിൻ്റെ അവിടെ കുറച്ചിട്ട് ഒതുക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഒത്തിരി വീതിയിൽ കിടന്ന ഒത്തിരി വണ്ണം തോന്നിക്കില്ല. അപ്പോൾ ഹിപ്സ് കുറച്ച് ഒതുക്കിയിട്ട് താഴോട്ട് മാക്സിമം ഇത് വെക്കാൻ പറഞ്ഞു, ലൂസാക്കി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ താഴെ മാക്സിമം ലൂസാണ്, പക്ഷേ ഹിപ്സിൻ്റെ അവിടെ കുറച്ച് ഒതുക്കിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഒതുങ്ങിയിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ ഒത്തിരി സാരി ആയതുകൊണ്ട് തന്നെ ഒത്തിരി വീതിക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ലൈനിങ് വെച്ചിട്ടുണ്ട്. ലൈനിങ് അവർ തന്നെയാണ് എടുത്ത്, അതെന്തോ ഒരു റയോൺ പോലത്തെ ഒരു മെറ്റീരിയൽ അവർ തന്നെ ലൈനിങ് എടുത്തതാണ് കേട്ടോ. അപ്പം സ്കേർട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ആ സാരിയുടെ മെറ്റീരിയൽ. പക്ഷെ നല്ല രസമായിട്ട് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയൊരു മെറ്റീരിയലാണ്. ഞാനിത് ഇട്ട് കഴിഞ്ഞുള്ള ഫോട്ടോ ഇത് കാണിച്ച് നിങ്ങൾക്ക് സൈഡിൽ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് ഇട്ടിട്ടുള്ള ഫോട്ടോ. ഇത് ഞാൻ മൂന്നാർ പോയപ്പം സെക്കൻഡ് ഇട്ടപ്പോൾ 1-2 പേര് കമൻറ്റ് ചോദിച്ചായിരുന്നു ഡ്രസ്സിൻ്റെ ഫുൾ വീഡിയോ ഫുള്ളായിട്ടുള്ള ഫോട്ടോ കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിക്കാൻ ഞാൻ ഷുവർന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു ബാക്ക് ഓപ്പൺ സംഭവമാണ്. ഇത് ട്രാൻസ്പെയറൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് വേറൊരു ഇതുണ്ട്,
ജസ്റ്റ് ഒരു നോർമൽ ടോപ്പ്. ഞാൻ ഫുൾ സ്ലീവ് വെക്കാൻ പറഞ്ഞത് അവരവരുടെ പ്രിഫറൻസ്. 3/4 സ്ലീവ് വേണോ, ഷോർട്ട് സ്ലീവ് വേണോ, ഫുൾ സ്ലീവ് വേണോ. ഞാൻ ഫുൾ സ്ലീവ് വെക്കാൻ പറഞ്ഞു. യൂഷ്വലി ഞാൻ എപ്പോഴും 3/4 സ്ലീവിലാണ് തയ്പ്പിക്കുന്നത് സാരി ബ്ലൗസൊക്കെ. ഇതൊരു ചേഞ്ചിന് ഫുൾ സ്ലീവ് വെക്കാൻ പറഞ്ഞു കേട്ടോ, അത്രേ ഉള്ളൂ. ചുരിദാർ എപ്പോഴും എൻ്റെ 3/4 സ്ലീവാണ്. ഇതിപ്പോൾ ഒരു വെറുതെ ഒരു ചേഞ്ചിന് ഫുൾ സ്ലീവ് പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് പിന്നെ തോന്നി 3/4 സ്ലീവ് മതിയായിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് 3/4 മതിയായിരുന്നു എന്ന് തോന്നി. ഫുൾ സ്ലീവ് കുറച്ച് ഈ ചൂടത്തൊക്കെ കുറച്ചൊരു ഇതായിട്ട് തോന്നി. ചൂട് കഴിയുമ്പോൾ കുഴപ്പമില്ല, എന്നാലും 3/4 സ്ലീവ് മതിയായിരുന്നു എന്ന് പിന്നെ തോന്നി. ഇതിപ്പോൾ ഫുൾ സ്ലീവ് ആണ് കേട്ടോ. അത് നോർമൽ ഒരു ബാക്ക് ഓപ്പൺ ബോട്ടം നെക്ക് ടോപ്പ്, ഷോർട്ട് ടോപ്പായിട്ട് ആ സ്കേർട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ സ്കേർട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇട്ട ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന പീസാണ് ആ ഒരു ഷേപ്പ് തരുന്നത്. കാരണം ഈ സാരിയുടെ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ ആ ബ്ലൗസ് വെച്ചിട്ട് ഒരു നൂഡിൽസ് സ്ട്രാപ്പ്, കാരണം എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ. ചുമ്മാ ഒരു സ്കേർട്ടും ടോപ്പും തയ്ച്ചിട്ടിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. കാരണം അകത്ത് ഒരു പീസ് വെച്ചിട്ട് ഒരു നെറ്റ് പോലെ വെച്ചാൽ ഇത് ബോട്ടം ഇതായിട്ട് നെക്കായിട്ട് കുറച്ച് കയറിയിട്ടാണ് അകത്ത് നൂഡിൽസ് സ്ട്രാപ്പായിട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് ഒരു പീസ്, ഒരു വേറൊരു ടോപ്പ് അകത്ത് കുറച്ച് ടൈറ്റായിട്ട് നമ്മുടെ ഒരു സാരി ബ്ലൗസൊക്കെ പോലെ കുറച്ച് ടൈറ്റായിട്ട് അകത്ത്. ഈ നൂഡിൽസ് സ്ട്രാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേസർ ഇടാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പാഡഡ് വെക്കാൻ പറഞ്ഞത്. കാരണം ഈ നൂഡിൽ സ്ട്രാപ്പിൻ്റെ കൂടെ ബ്രേസർ ഇട്ടാൽ അത് വൃത്തികേടാണ്. ബ്രേസറിൻ്റെ സ്ട്രാപ്പ് ഇവിടെ കാണും. അപ്പം പക്ഷേ ഞാൻ ഒരു തിന്നായിട്ടുള്ളത് ഇട്ടായിരുന്നു, അധികം കാണാത്ത ടൈപ്പ് ഇട്ടായിരുന്നു. കാരണം എനിക്ക് ഞാൻ അധികം ഇങ്ങനെ പാഡഡ് മാത്രമുള്ളത് ഇടാറില്ല. ഞാൻ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഈ നൂഡിൽ സ്ട്രാപ്പ് കുറച്ച് വീതിക്ക് വെച്ചിട്ട് അകത്ത് ബ്രേസർ ഇടുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം സ്റ്റിച്ചിങ് അവർ സജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നൂഡിൽ സ്ട്രാപ്പ് വെക്കാനാണ്. പക്ഷേ എൻ്റെ സജഷൻ കുറച്ച് വീതിയുള്ള ഒരു സ്ട്രാപ്പ് ഇങ്ങനെ അകത്ത് വെക്കുന്നതായിരിക്കും. എനിക്ക് അങ്ങനെ കംഫർട്ടബിൾ അല്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണ്, പാഡഡ് വെച്ചിട്ട് അകത്ത് ബ്രേസർ ഇടാതെയാണ് എല്ലാവരും ചെയ്യുന്നത്. നെക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ്, നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ഇത് ഈ ഒരു ഇതിൽ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഈ ഇത്രയും താന്നാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്, മറ്റേത് ഇങ്ങനെ മുകളിൽ കൂടെ. അപ്പം നെറ്റിൻ്റെ അടിയിൽ കൂടെ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. എനിക്ക് ഈ നെക്ക് ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ വന്ന് ബാക്ക് ഓപ്പൺ തന്നെയാണ്. പക്ഷേ ഇടാൻ നമുക്ക് ആരുടെയും ഹെൽപ്പ് വേണം. ഇത് വേണമെങ്കിൽ ഈ അകത്തെ സംഭവം വേണമെങ്കിൽ ഫ്രണ്ട് ഹുക്കും തയ്ക്കാം, പക്ഷേ ബാക്ക് ഓപ്പൺ ആയിരിക്കും നല്ലത്. ഇത് എൻ്റെ പ്രിൻസസ് കട്ടായിട്ട് തയ്ച്ചേക്കുന്ന ഒരു ബ്ലൗസാണ് ഇത്, അകത്തെ ഒരു സംഭവം. ഇതിൽ ലൈനിങ് വെക്കരുതെന്ന് പറയണം. ഈ ടോപ്പ് ലൈനിങ് ഇല്ലാതെ, കയ്യിലും ലൈനിങ് ഇല്ലാതെ, അത് പറഞ്ഞാൽ ഇത് കാര്യമുള്ളൂ. ഇത് ഫുള്ള് ലൈനിങ് ഇല്ലാതെ തയ്ച്ചേക്കുന്നു. അതിന് പകരമാണ് നമ്മൾ അകത്ത് ഇടുന്നത് കേട്ടോ. സ്കേർട്ട് ലൈനിങ്ങോടുകൂടി തയ്ച്ചേക്കുന്നു. ഈ ടോപ്പിൽ ഒന്നും ലൈനിങ് ഇട്ടിട്ടില്ല. എന്നാലേ അകത്തെ ഇത് നമുക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ഇതായിട്ട് കാണാൻ പറ്റുള്ളൂ. കൈ ലൈനിങ് ഇല്ലാതെ ഇവിടെയൊക്കെ ഇത് കാണണമെങ്കിൽ ടോപ്പ്, ഈ വെളിയിലത്തെ ടോപ്പ് ഫുൾ ലൈനിങ് ഇല്ലാതാണ് തയ്ച്ചേക്കുന്നത്. പക്ഷെ ഇത് ഇട്ട് കാണുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ഇതായിട്ടിരിക്കും. നല്ല വേഗം വരച്ചെടുത്തതാണ്, മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. അകത്തെ ആ ഒരു നെക്ക്, വെളിയിലത്തെ ട്രാൻസ്പെറൻറ്റ് ടോപ്പ്. ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ഡ്രസ്സായിട്ടും തയ്ക്കാം, ഒറ്റ ഡ്രസ്സായിട്ട് തയ്ക്കുമ്പോൾ പക്ഷേ മിഡിലിൽ ഒരു പാർട്ടീഷനായിട്ട് വെക്കണം. പിന്നെ അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ടോപ്പായിട്ട് തയ്ക്കാം. പക്ഷേ സ്കേർട്ട് ആൻഡ് ടോപ്പായിട്ടാണെങ്കിലും നമ്മുടെ വയറ് കാണാത്ത പോലെ ടോപ്പ് ആ സ്കേർട്ടിൻ്റെ അവിടം വരെ, അകത്തെ ഇന്നർ ലൈനിങ്ങും ആ ടോപ്പിൻ്റെ അവിടം വരെ. ഒറ്റ ഡ്രസ്സായിട്ടാണെങ്കിലും ആ നടുക്കൊരു ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഒരു മിഡിലൊരു ഇത് വെച്ചിട്ട് റൗണ്ട് സ്റ്റിച്ച് അങ്ങനെ വെച്ചിട്ട് വേണം തയ്ക്കുന്നതായിരിക്കും ഭംഗി. വേണം എന്നല്ല, അതായിരിക്കും ഭംഗി. വേണമെങ്കിൽ ഇത് ഫോട്ടോ എടുത്ത് വെച്ചോ. റെഫറൻസ് ചെയ്യാത്ത സാരികൾ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം, ഭംഗിയായിരിക്കും കേട്ടോ. ഡ്രസ്സും സ്കേർട്ടും ടോപ്പും ഒക്കെ ഇടുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, രസമായിരിക്കും. പിന്നെ എൻ്റെ ഈ ചുരിദാർ കുറേ ഫോട്ടോസിൽ കണ്ടിട്ട്, ഷോർട്സിലും ഫോട്ടോസിലും കണ്ടിട്ട് കുറേ പേര് ഇതിൻ്റെ ലിങ്ക് തരാമോ എന്ന് ചോദിച്ചായിരുന്നു. ഈ ഒരു വൈറ്റ് ചുരിദാർ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇത് ഞാൻ എപ്പോഴോ ഒരു റിസോർട്ടിൽ കോട്ടയത്ത് കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് പോയപ്പോൾ ഇട്ടതാണ്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഷോർട്സൊക്കെ ഈയിടെയും കണ്ടിട്ട് കുറേ പേര് ലിങ്ക് തരാമോ എന്നൊക്കെ ഞാൻ കമൻറ്റ് കണ്ടു. അത് പക്ഷേ ഞാൻ എക്സിബിഷന് പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് എനിക്ക് തരാനായിട്ട് നിവർത്തിയില്ലല്ലോ. ഒന്നെങ്കിൽ ഇത് മെറ്റീരിയൽ ഒരു സെൽഫ് എംബ്രോയ്ഡറി മെറ്റീരിയലാണ്, വൈറ്റ് ഒരു ജോർജറ്റ് പോലത്തെ തുണിയാണ്, സെൽഫ് എംബ്രോയ്ഡറി. അനാർക്കലി സൂട്ടാണ് കേട്ടോ, അനാർക്കലി ചുരിദാറാണ്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇതൊരു അനാർക്കലിയാണ്. സൈഡിൽ ഇങ്ങനെ ഒരു പിങ്ക് ബോർഡർ വരുന്നുണ്ട്, ഒരു
സ്റ്റിച്ച് ചെയ്യിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പിങ്ക് ബോർഡർ അല്ലെങ്കിൽ ഒരു ലേസ് മെറ്റീരിയലൊക്കെ ഇപ്പോൾ കിട്ടും കേട്ടോ. ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഇങ്ങനെ പിങ്കിൻ്റെ അങ്ങനത്തെ ബോർഡറൊക്കെ വെപ്പിച്ച് വേണമെങ്കിൽ അനാർക്കലി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ആ ഒരു വൈറ്റ് മെറ്റീരിയൽ എടുത്ത് പിങ്ക് ഇങ്ങനെ ലേസ് എടുത്ത് അനാർക്കലി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ടോപ്പ് ബോട്ടം ഷോളിലും അറ്റത്ത് ആ ഒരു ലേസ് മെറ്റീരിയൽ വെച്ച് പിടിപ്പിച്ചാൽ മതി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്യിക്കാൻ ഇഷ്ടമാണെങ്കിൽ വൈറ്റ് ഇതേപോലെ ഒന്നെങ്കിൽ വൈറ്റിൻ്റെ ക്രേപ്പ് മെറ്റീരിയൽ നല്ല രസമായിരിക്കും, അല്ലെങ്കിൽ നല്ല ഇതേപോലെ സെൽഫ് എംബ്രോയിഡറി ആയിട്ടുള്ള നല്ല പ്യുവർ സോഫ്റ്റ് മെറ്റീരിയൽ എന്തെങ്കിലും എടുത്തിട്ട് നല്ല ഇതേപോലെ ഒരു ലൈറ്റ് റോസ് അല്ലെങ്കിൽ ഡാർക്ക് പിങ്കും നല്ലതായിരിക്കും. അതിങ്ങനെ ലേസ് മെറ്റീരിയൽ പോലെ മേടിക്കാൻ കിട്ടും. അത് സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യിച്ചിട്ട് നമ്മൾ മേടിച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ലാഭം. തയ്യക്കാർ മേടിക്കുന്നതിനേക്കാളും നമ്മൾ മേടിച്ച് സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊടുത്താൽ അവരോടത് ബോർഡറിൽ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞാൽ മതി, അനാർക്കലി സൂട്ടായിട്ട്. അങ്ങനെയാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ. ആ ടൈപ്പാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനിത് മിന്ത്രയിലൊക്കെ നോക്കി, ജസ്റ്റ് ഇപ്പം നോക്കി, നിങ്ങൾക്ക് ലിങ്ക് തരാൻ പറ്റുമോ, ഇതേപോലത്തെ ഉണ്ട്. ഇതേപോലത്തെ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഈ ഏകദേശം അനാർക്കലി പോലത്തത് ഒരു 2-3 എണ്ണം കണ്ടു. അത് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം കേട്ടോ. എക്സാക്ട് ഇതുപോലൊന്നും കണ്ടില്ല ഞാൻ. ഇതിൻ്റെ ഒരു സിമിലാരിറ്റി ഉള്ളത് ഈ മെറ്റീരിയൽ ഒന്നും അല്ല, ഏകദേശം ഇതേപോലെ ഇരിക്കുന്ന ബോർഡർ ഒന്നും വരുന്നില്ല. നോർമൽ ഒരു വൈറ്റ് അനാർക്കലി സൂട്ട് പോലത്തത് ഞാൻ ജസ്റ്റ് കണ്ടു. അത് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം, ചെക്ക് ചെയ്ത് നോക്കിയോ. പിന്നെ അപ്പോൾ ഇത് രണ്ടും ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. മെയിൻലി ഞാൻ മറ്റേ ആ സാരി എങ്ങനെ കൺവേർട്ട് ചെയ്ത് പറയാനായിട്ടായിരുന്നു. അത് കുറേ നാളായിട്ട് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയണം കേട്ടോ, സാരി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇത്. ഇനി ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പറയാം. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിപ്പോൾ ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇനിയും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.